മാനവികതയുടെ മഹിത സന്ദേശമോദി മർത്യകുലത്തിന് മാർഗദർശനമാ തങ്ങളെ വസ്തുതന്നപവയിൽ ഒരുമിച്ചുകൂടിയ സ്വഹാബത്തിനോട് തീർച്ചയായും മനുഷ്യന്റെ ശരീരത്തിൽ ഒരു മാംസകഷണമുണ്ട്. മനുഷ്യന്റെ ശരീരത്തിൽ ഒരു മാംസകഷണമുണ്ട്. അത് നന്നായ ശരീരം മുഴുവനും നന്നാകുന്നതാ. അത് നന്നായ മനുഷ്യൻ നന്നാകുന്നതാ. ആ മാംസകഷണം മോശമായ മനുഷ്യൻ മോശമാകുന്നതാ. ശരീരം മുഴുവനും മോശമാകുന്നതാ. അലാ വഹിയൽ ഖൽബ്, അത് ഹൃദയമാണെന്ന് ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ്. ഈ ഹൃദയം വിശുദ്ധിയുണ്ടെങ്കിൽ ആ പടച്ചവന്റെ പരലോകയിൽ തന്നെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന സ്വഹാബിയ അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു. ഈ അമ്മാർ റളിയല്ലാഹു അൻഹുവിനെ ശത്രുക്കൾ പിടികൂടുക. മുസ്ലിം അല്ലെന്ന് ഒരു വാക്ക് പറഞ്ഞാൽ, നീ വിശ്വാസിയല്ലെന്ന് ഒരു വാക്ക് പറഞ്ഞാൽ നിന്നെ ഞങ്ങൾ വെറുതെ വിടാമെന്ന് അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു തആല. ഹൃദയം നന്നായാൽ മനുഷ്യൻ നന്നാകും, അവന്റെ കർമ്മങ്ങൾ നന്നാകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ആലോകർക്കും മുഴുവനും മാനവികതയുടെ മഹിത സന്ദേശമോദി മർത്യകുലത്തിന് മാർഗദർശനം നൽകാൻ മാനവകുലത്തിലേക്ക് കടന്നുവന്ന് മലിനമായ മാനവ മനസ്സിനെ മാധുര്യമോറുന്ന മലർവാടിയാക്കി മാറ്റിയ മദീനയുടെ രാജകുമാരൻ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വസ്തുതന്നപവയിൽ ഒരുമിച്ചുകൂടിയ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാ, യാ സ്വഹാബ അലാ വ ഇന്ന ഫിൽ ജസദി മുളഗ. തീർച്ചയായും മനുഷ്യന്റെ ശരീരത്തിൽ ഒരു മാംസകഷണമുണ്ട്. മനുഷ്യന്റെ ശരീരത്തിൽ ഒരു മാംസകഷണമുണ്ട്. അത് നന്നായ ശരീരം മുഴുവനും നന്നാകുന്നതാ. അത് നന്നായ മനുഷ്യൻ നന്നാകുന്നതാ. ആ മാംസകഷണം മോശമായ മനുഷ്യൻ മോശമാകുന്നതാ. ശരീരം മുഴുവനും മോശമാകുന്നതാ. അലാ വഹിയൽ ഖൽബ്, അത് ഹൃദയമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ഹൃദയമാണ് നമ്മൾ നന്നാക്കേണ്ടത്. ഈ ഹൃദയം വിശുദ്ധിയുണ്ടെങ്കിൽ ആ പടച്ചവന്റെ പരലോകത്ത് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുക. ഈ ഹൃദയത്തിലേക്കാണ് പടച്ചവൻ നോക്കുന്നത്. ഈ ഹൃദയത്തിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത്. മനുഷ്യന്റെ ഹൃദയത്തിന്റെ നീയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കുന്നത്. ഹൃദയത്തിന്റെ നീയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നത്. ആരാണ് പ്രിയമുള്ളവരെ? അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു തആല അൻഹു. ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനവുമായി പ്രചാരണം ആരംഭിക്കുമ്പോ പ്രാരംഭ ദശയിൽ തന്നെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന സ്വഹാബിയ അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു തആല അൻഹു. ജീവിച്ചിരിക്കുമ്പോ തന്നെ സ്വർഗാവകാശിയായി പ്രഖ്യാപിക്കപ്പെട്ട സ്വഹാബിയ. ജീവിച്ചിരിക്കുമ്പോ തന്നെ അമ്മാർ ഇബ്നു യാസിർ നീ സ്വർഗത്തിലാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവചിച്ച സ്വഹാബിയ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു തആല അൻഹു. ദീനിനു വേണ്ടി ആദ്യമായി രക്തസാക്ഷിയായ മഹദിയായ ബീവി സുമയ്യ റളിയല്ലാഹു തആല അൻഹയുടെ പൊന്നുമോന അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു. ഈ അമ്മാർ റളിയല്ലാഹു അൻഹുവിനെ ശത്രുക്കൾ പിടികൂടുകയാ. ശത്രുക്കൾ ഉപദ്രവിക്കുകയാണ്, മർദ്ദിക്കുകയാ, കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയാ. കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയാ. നീ മുസ്ലിം അല്ലെന്ന് ഒരു വാക്ക് പറഞ്ഞാൽ, നീ വിശ്വാസിയല്ലെന്ന് ഒരു വാക്ക് പറഞ്ഞാൽ നിന്നെ ഞങ്ങൾ വെറുതെ വിടാമെന്ന് അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു തആല അൻഹുവിനോട് ശത്രുക്കൾ പറയുമ്പോ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു തആല അൻഹുവിന് തന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ മരണം ഓർമ്മ വരികയാ. താനും അതുപോലെ കൊല ചെയ്യപ്പെടുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട്, താനും അതുപോലെ വധിക്കപ്പെടുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു തആല അൻഹു രക്ഷപ്പെടാൻ വേണ്ടി പറയുകയാ, ഞാൻ മുസ്ലിമല്ല, ഞാൻ വിശ്വാസിയല്ല. ശത്രുക്കൾ അദ്ദേഹത്തെ വെറുതെ വിടുകയാണ്.
ശത്രുക്കൾ അദ്ദേഹത്തെ വെറുതെ വിടുകയാണ്. പിന്നീടാണ് ഓർമ്മ വന്നത്, അല്ലാ ഞാൻ എന്താണ് പറഞ്ഞത് പടച്ചവനെ? മുസ്ലിം അല്ലെന്നല്ലേ ഞാൻ പറഞ്ഞത്, വിശ്വാസിയല്ലെന്നല്ലേ ഞാൻ പറഞ്ഞത്? ഞാൻ ഇസ്ലാമിന്റെ പുറത്തു പോയോ? ഞാൻ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയോ? അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു തആല അൻഹു പ്രവാചകന്റെ സവിധത്തിലേക്ക് കടന്നു വരികയാ. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, എന്നെ ശത്രുക്കൾ പിടികൂടി നബിയെ, ഉപദ്രവിച്ചു നബിയെ, കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി നബിയെ. വിശ്വാസിയല്ലെന്ന് പറഞ്ഞാൽ, മുസ്ലിം അല്ലെന്ന് പറഞ്ഞാൽ വെറുതെ വിടാമെന്നോ പറഞ്ഞു. അങ്ങനെ ഞാൻ രക്ഷപ്പെടാൻ വേണ്ടി മുസ്ലിം അല്ലെന്ന് പറഞ്ഞു നബിയെ, ഞാൻ വിശ്വാസിയല്ലെന്ന് പറഞ്ഞു നബിയെ. ഞാൻ ഇസ്ലാമിന്റെ പുറത്തു പോയോ? ഞാൻ ഇസ്ലാമിൽ നിന്ന് വ്യതിചലിച്ചു പോയോ? ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുകയാണ്, കൈഫ ഖൽബുക യാ അമ്മാർ, കൈഫ ഖൽബുക യാ അമ്മാർ, നിന്റെ ഹൃദയം എങ്ങനെയായിരുന്നു അമ്മാറെ? നീ മുസ്ലിം അല്ലെന്ന് പറഞ്ഞപ്പോ, നീ വിശ്വാസിയല്ലെന്ന് പറഞ്ഞപ്പോ നിന്റെ ഹൃദയത്തിന്റെ നീയത്ത് എങ്ങനെയായിരുന്നു? നിന്റെ ഹൃദയത്തിന്റെ അവസ്ഥ എങ്ങനെയായിരുന്നുവെന്ന് അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു തആല അൻഹുവിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുമ്പോ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ രക്ഷപ്പെടാൻ വേണ്ടി അങ്ങനെ പറഞ്ഞതാ, ഖൽബി മുത്മഇന്നും ബിൽ ഈമാൻ, എന്റെ ഹൃദയത്തിന്റെ ഉള്ളില് ഈമാൻ ഉണ്ടായിരുന്നു നബിയെ, വിശ്വാസമുണ്ടായിരുന്നു നബിയെ. ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിശബ്ദനാവുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ നിശബ്ദനാകുമ്പോ ആകാശ ലോകത്ത് നിന്ന് മലക്കുൽ അംലാക് മലക്കു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഖുർആനിന്റെ വചനവുമായി ഇറങ്ങുകയാണ്. അല്ലാഹുവിന്റെ റസൂല് അതാ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് അവതരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ജിബ്രീൽ കടന്നു വന്നുകൊണ്ട് അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പേരിൽ ആയത്ത് അവതരിപ്പിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, മൻ കഫറ ബില്ലാഹി മിൻ ബഅദി ഈമാനിഹി ഇല്ലാ മൻ ഉക്രിഹ വഖൽബുഹു മുത്മഇന്നും ബിൽ ഈമാൻ. ഒരാൾ വിശ്വാസിയായതിനു ശേഷം നിർബന്ധിതാവസ്ഥയിൽ അവിശ്വസിച്ചു പോയാൽ, നിർബന്ധിതാവസ്ഥയിൽ അവിശ്വസിച്ചു പോയാൽ അവന്റെ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ ഈമാൻ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പേരിൽ ആയത്ത് അവതരിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ അമ്മാറിനോട് പറയുന്നു, അമ്മാർ, നിന്റെ വിഷയത്തിൽ ആയത്ത് അവതരിച്ചിട്ടുണ്ട്, നിന്റെ വിഷയത്തിൽ ഖുർആനിക സൂക്തം, ഖുർആനിൽ അധ്യായം അല്ലാഹു അവതരിപ്പിച്ചിട്ടുണ്ട്, ഖുർആനിക ആയത്ത് അല്ലാഹു അവതരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല അമ്മാറേ, അല്ലാഹു നോക്കുന്നത് മനുഷ്യന്റെ ഹൃദയമാ, ഹൃദയത്തിന്റെ നീയത്താണ് അല്ലാഹു പരിഗണിക്കുന്നത്, ഹൃദയത്തിന്റെ നന്മയാണ് പടച്ചവൻ പരിഗണിക്കുന്നതെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഈമാൻ ഉണ്ടായിരുന്നല്ലോ, നീ രക്ഷപ്പെടാൻ വേണ്ടി മാത്രം അങ്ങനെ പറഞ്ഞതല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. അല്ലാഹു നോക്കുന്നത് മനുഷ്യന്റെ ഹൃദയമാണ്. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുബരിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും, നിങ്ങളുടെ രൂപങ്ങളിലേക്കോ നിങ്ങളുടെ ഭാവങ്ങളിലേക്കോ നിങ്ങളുടെ ശരീരത്തിന്റെ സൗന്ദര്യത്തിലേക്കോ അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നില്ല, വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും, പിന്നെ അല്ലാഹു നോക്കുന്നത് മനുഷ്യന്റെ ഹൃദയത്തിലേക്കാണെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം